ആർത്തവ വിരാമം ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. സാധാരണ മെനോപോസിന്റെ ഏജ് 50-ന്റെയും 55-ന്റെ ഇടയിലാണ് ഉണ്ടാവുക. ചിലർക്കാണെങ്കിൽ അത് നേരത്തെ ലേറ്റ് 40s വരാം. അത് പാരമ്പര്യമായി നമ്മുടെ പാരൻസിന് എങ്ങനെ വരുന്നു അതനുസരിച്ചായിരിക്കും നമുക്കും അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഈ മെനോപോസിന്റെ സമയത്ത് നമുക്ക് ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ പീരീഡ്സിന്റെ ഇറഗുലാരിറ്റിയാണ്. പീരീഡ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ മാസവും നമുക്ക് പീരീഡ്സ് ഉണ്ടാവില്ല. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാവും പീരീഡ്സ് ഉണ്ടാവാം. കാരണം അണ്ടോൽപാദനം കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണത്. അപ്പോൾ ഈ പീരീഡ്സ് ഇറഗുലാരിറ്റിയാണ് മെയിനായിട്ട്. പിന്നെ ബ്ലീഡിങ് കുറയാം ചിലർക്ക്. പക്ഷേ 1 കൊല്ലം നമുക്ക് മെൻസസ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് നമുക്ക് യൂഷ്വലി ബോഡി പെയിൻ വരാം. പിന്നെ ചിലർക്ക് ഹോട്ട് ഫ്ലഷസ് വരാം. ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞാൽ എത്ര തണുപ്പത്തും നമ്മൾ വിയർക്കും. പിന്നെ വേറെ നമുക്ക് മൂഡ് ഡിസോർഡേഴ്സ് വരാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ വരുന്ന സിംറ്റംസ്. അപ്പോൾ 1 ഇയർ കഴിഞ്ഞിട്ടും നമുക്ക് മെൻസസ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മെനോപോസ് എന്ന് പറയും. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കേണ്ടതാണ്. ചിലവർക്ക് ഈ 1 കൊല്ലം കഴിഞ്ഞിട്ട് ചിലർക്ക് സ്പോട്ടിങ് ആയിട്ട് വരാം. പോസ്റ്റ് മെനോപോസൽ സ്പോട്ടിങ് അല്ലെങ്കിൽ ബ്ലീഡിങ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ചികിത്സ നേടേണ്ടതാണ്. കാരണം പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ചിലപ്പോൾ നമുക്ക് ക്യാൻസറോ പോളിപ്പോ അതെന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. താങ്ക് യു.